ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പൂക്കാരി. അപ്പോൾ പൂക്കാരിയുടെ കഴിഞ്ഞ എപ്പിസോഡുകളൊക്കെ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. നമ്മുടെ ചാനൽ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണമൊക്കെ നന്നായി കൂടിയൊക്കെ വരുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് പോകാം അല്ലേ. ഇന്നത്തേന്ന് പറഞ്ഞ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ. കുറച്ച് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ്. അപ്പം കഴിഞ്ഞ വീഡിയോസിൻ്റെ ഒരു സീരീസിലൊക്കെ നമ്മൾ ചെയ്ത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കിൻ കെയറിനെ പറ്റി, അതായത് നമ്മുടെ ചർമ്മ സംരക്ഷണത്തിനെ പറ്റിയും മേക്കപ്പിനെ പറ്റിയുള്ള കാര്യങ്ങളായിരുന്നു. അപ്പോൾ കുറച്ച് പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു മുടിയെ പറ്റി ഒരു വീഡിയോ ചെയ്യുന്നതിനെ പറ്റി. അപ്പോൾ ഞാൻ ആലോചിച്ചു, മുടിയെപ്പറ്റി ചെയ്യാനാണെങ്കിൽ അത് ഭയങ്കര വാസ്റ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട് മുടിയെപ്പറ്റി പറയാൻ. കാരണം എനിക്ക് തോന്നുന്നു നമ്മൾ മനുഷ്യരിൽ ഏറ്റവും കൂടുതൽ ആകുലത ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ മുടി കൊഴിച്ചിൽ, മുടി നര, മുടിയുടെ പ്രശ്നങ്ങളാണല്ലോ. അപ്പം ഇന്ന് നമുക്ക് മുടിയുടെ സംരക്ഷണത്തെ പറ്റിയും മുടിയുടെ കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പം മുടിയുടെ കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് ഈ പ്രാവശ്യം ഞാൻ ഒരു കാര്യം കൂടി ഉൾപ്പെടുത്താമെന്നാണ് വിചാരിക്കുന്നത്. അത് നിങ്ങൾ ചെയ്യുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം പറയാമെന്നാണ് വിചാരിച്ചത്. നിങ്ങൾ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓരോ പ്രാവശ്യം ഓരോ ടിപ്പും കൂടി പറഞ്ഞു തരാം എന്നുള്ളൊരു കാര്യമായിരുന്നു. അതായത് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന തേങ്ങയില്ലേ, തേങ്ങ. അപ്പം ഈ തേങ്ങ പൊട്ടിച്ചുള്ള തേങ്ങ വെള്ളം നമ്മളൊക്കെ കുടിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. ചിലരൊക്കെ അത് കുടിക്കും, ചിലരത് കളയും. എനിക്ക് തോന്നുന്നു ഞങ്ങളുടെയൊക്കെ വീട്ടിലാണെങ്കിൽ തേങ്ങ പൊട്ടിച്ചു കഴിഞ്ഞാൽ ഉടനെ തേങ്ങ വെള്ളം എല്ലാവരും കുടിക്കുകയാണ് ചെയ്യാറ്. പക്ഷേങ്കിൽ ഈ തേങ്ങ വെള്ളത്തിന് വേറൊരു നല്ലൊരു ഗുണം കൂടിയുണ്ട് കേട്ടോ. ഈ തേങ്ങ വെള്ളം ഒഴിച്ച് നമ്മൾ ആരെങ്കിലും മുഖം കഴുകിയിട്ടുണ്ടോ ഇതുവരെ? ഞാൻ കഴുകിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ തേങ്ങ വെള്ളം ഒഴിച്ച് മുഖം കഴുകുമ്പം നമ്മുടെ മുഖത്തിന് നല്ലൊരു ഗ്ലോ കിട്ടും. നിങ്ങളതൊന്ന് പരീക്ഷിച്ച് നോക്കുക. അപ്പം നല്ലൊരു മുഖത്തിനൊരു നല്ല തിളക്കവും ഒരു ബ്ലീച്ചിങ് എഫക്റ്റ് മാതിരിയൊക്കെ കിട്ടും. നിങ്ങളൊന്ന് ശ്രമിച്ച് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി ഞാൻ കുറേ ഇൻട്രഡക്ഷൻ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോവാം. പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടിയുടെ സംരക്ഷണത്തെ പറ്റിയാണ്. മുടി സംരക്ഷിക്കണമെങ്കിൽ നമ്മളുടെ ത്വക്ക് മാതിരി തന്നെ നമ്മുടെ മുടിയുടെ കുറേ കാര്യങ്ങൾ നമ്മൾ അറിയണം. എന്നാലേ മുടിക്ക് ആവശ്യത്തിനുള്ള സംരക്ഷണം നമുക്ക് നൽകാൻ കഴിയും. പിന്നെ നമ്മൾ കുറച്ചൊക്കെ നമ്മളുടെ മുടി സൂക്ഷിക്കണം കേട്ടോ. എനിക്ക് തോന്നുന്നു നമ്മൾ അധികം പേരും ചർമ്മം സൂക്ഷിക്കുന്ന മാതിരി, അതായത് നമ്മുടെ സ്കിൻ സൂക്ഷിക്കുന്ന മാതിരി നമ്മുടെ മുടി സൂക്ഷിക്കാറില്ല. എന്നിട്ട് പറയും നമ്മുടെ മുടി കൊഴിയാണ്, നമ്മുടെ മുടിക്ക് ഒട്ടും ഉള്ളില്ല, നമ്മളുടെ മുടി അങ്ങ് നരയ്ക്കുകയാണ്, നഷ്ടപ്പെടുകയാണ്. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ കുറച്ചൊക്കെ നോക്കണം കേട്ടോ. നോക്കാതെ നമ്മൾ ചുമ്മാ പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം മുടി എന്താണ് എന്നുള്ളത് അറിയണം. നമ്മുടെ സ്കിൻ മാതിരി തന്നെ നമ്മുടെ മുടിയെയും പലതായിട്ട് തരംതിരിക്കാം. എനിക്കറിയില്ല എത്ര പേർക്ക് അത് അറിയുന്നുണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല. മുടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുടി രണ്ട് രീതിയിൽ നമുക്ക് തരംതിരിക്കാം. ഒന്നാമത്തെ തരം നമുക്ക് എങ്ങനെയാണ് തിരിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നെങ്കിൽ സ്ട്രെയിറ്റ് ഹെയർ അഥവാ നീണ്ട മുടി, പിന്നെ ചുരുണ്ട മുടി അഥവാ കേളി ഹെയർ, പിന്നെ ഒരു മുടിയും കൂടിയുണ്ട്, അത് വേവി ഹെയർ എന്ന് പറയും. അതായത് മോൾ ഭാഗം കുറച്ച് നീണ്ട് താഴോട്ട് കുറച്ച് ചുരുളിമയുള്ള അങ്ങനത്തെ മുടി. ഇങ്ങനെയാണ് മുടിയുടെ ടൈപ്പ് വെച്ച്, അതായത് മുടിയുടെ ഒരു കാണുമ്പോൾ ഉള്ളൊരു ഇത് വെച്ച് നമുക്ക് തിരിക്കാൻ പറ്റുന്നത്. അല്ലാതെ വേറെ രീതിയിൽ നമുക്ക് മുടി തരംതിരിക്കാം. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ മുടിയുടെ അഥവാ നമ്മുടെ തലയോട്ടിയില്ലേ, സ്കാൽപ്പ്, തലയോട്ടിയുടെ രീതി വെച്ചും നമുക്ക് മുടിയെ തരംതിരിക്കാം. നമ്മുടെ സ്കാൽപ്പ് അഥവാ തലയോട്ടി, ഓട്ടിയിലുള്ള ചിലർക്ക് ഓയിലി സ്കാൽപ്പുണ്ട്, ചിലർക്ക് നോർമൽ സ്കാൽപ്പുണ്ട്, ചിലർക്ക് ഡ്രൈ സ്കാൽപ്പുണ്ട്. ഓയിലി സ്കാൽപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഓയിലി സ്കിൻ മാതിരി തന്നെ ഓയിൽ, അഥവാ എണ്ണമയം കൂടുതലുള്ള തലയോട്ടി. നോർമൽ എന്ന് പറഞ്ഞാൽ അവർക്ക് നോർമലായിട്ടായിരിക്കും, നമ്മുടെ സ്കിൻ മാതിരി തന്നെ. പിന്നെ ഡ്രൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വരണ്ട തരത്തിലുള്ള തലയോട്ടിയുള്ള ആളുകൾ. ഇങ്ങനത്തെ രീതിയിൽ നമുക്ക് മുടി തരംതിരിക്കാം. ഇനി ഈ രീതിയിലുള്ള മുടികൾക്കെല്ലാം ഓരോ രീതിയിലുള്ള സംരക്ഷണമാണ് നമ്മൾ നൽകേണ്ടത്. ഓയിൽ കൂടുതലായിട്ടുള്ള മുടികളിൽ നമ്മൾ വീണ്ടും പുറമേ കുറച്ചും കൂടി ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങളില്ല. അഥവാ നമ്മൾ ഇനിയും അപ്ലൈ ചെയ്ത് കൊടുത്താൽ തന്നെ നമ്മളത് ഷാമ്പൂ ഉപയോഗിച്ച് ആ എണ്ണയുടെ അമിതമായിട്ടുള്ള അംശം നമ്മൾ അതിൽ നിന്ന് കളയണം. എന്നാൽ മാത്രമേ നമ്മളുടെ മുടി നന്നായിട്ട് ഗ്രോത്ത് ഉണ്ടാകത്തുള്ളൂ. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്.
അപ്പം ഓയിലി സ്കാൽപ്പ് മാതിരി തന്നെ ഡ്രൈ സ്കാൽപ്പ് ഉണ്ട്, നോർമൽ സ്കാൽപ്പ് ഉണ്ട്, അതുപോലെ തന്നെ നീണ്ട മുടിയുണ്ട്, ചുരുണ്ട മുടിയുണ്ട്, വേവി ഹെയർ ഉണ്ട്. ഈ മുടികൾക്കെല്ലാം കൊടുക്കുന്ന സംരക്ഷണം നമ്മളുടെ മുടി ഏതാണ് എന്ന് നിർണയിച്ചതിന് ശേഷമാണ്. ഇത് നിർണ്ണയിക്കാൻ നമ്മളുടെ ചർമ്മത്തിന് നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഒരു ടെസ്റ്റ് ഉണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ മുടി ഇപ്പം കഴുകിയിട്ട് ഉടനെ തന്നെ നമ്മൾ മുടി നോക്കിയിട്ട് എൻ്റെ മുടി ഡ്രൈ ഹെയറാ അല്ലെങ്കിൽ എൻ്റെ മുടി ഓയിലി ഹെയറാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ശരിക്കും നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഇന്നൊരു 10 മണിയൊക്കെ ആകുമ്പോൾ നിങ്ങൾ തല കഴുകിയെന്നിരിക്കട്ടെ, നാളെ ഒരു 10 മണിക്ക് ശേഷം അഥവാ വൈകുന്നേരം ഒരു 4 മണി 5 മണിയൊക്കെ ആകുമ്പോൾ നിങ്ങളുടെ മുടിയുടെ ടെക്സ്ചർ എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം നിങ്ങളുടെ മുടി വരണ്ടാണോ ഇരിക്കുന്നത്, അഥവാ നിങ്ങളുടെ മുടി നല്ല ഓയിൽ, അതായത് നല്ലപോലെ എണ്ണമയം പിടിച്ചാണോ ഇരിക്കുന്നത്, അങ്ങനെ എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം വേണം നിങ്ങളുടെ മുടിക്ക് സംരക്ഷണം നൽകാൻ. ഇതാണ് നമ്മളുടെ മുടിയെ തരംതിരിക്കാനുള്ള കാര്യങ്ങളും മുടി ഏത് എന്നറിയാനുള്ള കാര്യങ്ങളും. ഇനി മുടിയുടെ സംരക്ഷണത്തെ പറ്റി അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടിയ ഈ ഇൻഫർമേഷൻ, അഥവാ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്ന ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾ ഒരു 10 പേർക്കെങ്കിലും ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഒപ്പം നിങ്ങൾ നമ്മുടെ ചാനൽ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനലിൻ്റെ പേര് പൂക്കാരി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും റിക്വസ്റ്റ് ഉണ്ട്, പുതിയ എന്തെങ്കിലും വീഡിയോയെ പറ്റി ചെയ്താൽ നന്നായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോയെ പറ്റി നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ഇടണം. ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ ഈ സപ്പോർട്ട് തുടർന്നും കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ.